1:4 വചനം പറയുന്നു, തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ചു മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയിട്ടാണ്. മുൻകൂട്ടി തീരുമാനിച്ചെന്ത്? നമ്മൾ യേശു ക്രിസ്തുവിൽ നമ്മളെയും തെരഞ്ഞെടുക്കാൻ ദൈവം മുൻകൂട്ടി തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കേ, പരിശുദ്ധ അമ്മ ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിൽ തന്നെയല്ലേ പരിശുദ്ധ അമ്മയും മുൻകൂട്ടി തെരഞ്ഞെടുത്തത്? അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലൂടെയാണ്, യേശുക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തിന്റെ കൃപയാണ് മുൻകൂട്ടി അവൾക്ക് കൊടുത്തത്. ആര്? സ്വർഗം കൊടുത്തത്. കന്യകയിൽ നിന്നും യേശുവിനെ ജനിപ്പിക്കാൻ, ദൈവപുത്രന് ജന്മം കൊടുക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്ഷാകരത്തിലൂടെ സ്വന്തമാക്കപ്പെട്ട കൃപയിൽ അല്പം നേരത്തെ 33 വർഷം മുമ്പ് പങ്കുകാരിയാകാൻ പരിശുദ്ധ അമ്മയ്ക്ക് അനുവാദം കൊടുക്കാൻ ദൈവത്തിന് പറ്റുകയില്ല എന്നാണോ വിചാരിക്കുന്നത്? ഇപ്പൊ തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഇനി ശ്രദ്ധിക്കുക, പരിശുദ്ധ അമ്മയെ അനാദിയിലെ, അതാണ് ഉൽപ്പത്തി 1:15 ഞാൻ വായിക്കാൻ കാരണം, നമ്മളെ തെരഞ്ഞെടുത്തതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെയും ദൈവം ഒരു തെരഞ്ഞെടുപ്പ് നടത്തി യേശു ക്രിസ്തുവിൽ അനാദിയില്, ലോകസ്ഥാപനത്തിന് മുമ്പ്. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ഒരു ദൗത്യം അറ്റാച്ച്ഡ് ആണ്, അതിൽ തന്നെ ഉണ്ട്. ദൈവം ആരെയെങ്കിലും എന്തിനെങ്കിലും വേണ്ടി തെരഞ്ഞെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ തെരഞ്ഞെടുപ്പിന്റെ കൂടെ തന്നെ ഒരു ദൗത്യവും കർത്താവ് ഏൽപ്പിക്കുന്നുണ്ട്. ഒരു ദൗത്യം, ഒരു വിളി, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ്, അതിന്റെ കൂടെ ഒരു ദൗത്യം. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ അതിലൊരു ദൗത്യമുണ്ട്. എഫേസ്യസ് 2:10 അതിന്റെ അപ്പുറത്ത് തന്നെ നോക്കിയാൽ മതി. എഫേസ്യസ് 2:10 വചനം പറയുന്നു, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ, ഞാനും നിങ്ങളും ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. കണ്ടോ, നാം മുൻകൂട്ടി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അതിനടുത്ത ലെവലിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും പരിശുദ്ധ അമ്മയെ പോലെ തന്നെ യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവനും വിളിക്കപ്പെട്ടവനും സൃഷ്ടിക്കപ്പെട്ടവനും വിലയ്ക്ക് വാങ്ങപ്പെട്ടവനും ഒരു ദൗത്യം, ഒരു പ്രവൃത്തി എന്നിലൂടെ, ഒരു ദൈവ പ്രവൃത്തി, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രവൃത്തി എന്നിലൂടെയും പൂർത്തീകരിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്.